ദൃശ്യമാധ്യമങ്ങളിൽ ഒരുപാട് അഭിമുഖങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ അഭിമുഖങ്ങളുടെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും കാണുന്നത് ആരെയാണോ അഭിമുഖം നടത്തുന്നത് അതാണ് എന്ന് ചിലരെങ്കിലും വിചാരിക്കാറുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയെ, അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ, അല്ലെങ്കിൽ വലിയ സ്പോർട്സ് താരങ്ങളെ, അതുപോലെയുള്ള ആളുകളെയൊക്കെ ഇൻ്റർവ്യൂ നടത്തുമ്പോഴാണ് അത് മഹത്തായ അഭിമുഖമായി ചിലർക്കെങ്കിലും തോന്നുക. യഥാർത്ഥത്തിൽ അങ്ങനെ അഭിമുഖം ചെയ്യുന്ന ആളിനെ അല്ല, ആ VIP-യോട് അഭിമുഖം നടത്താനെത്തുന്ന ഒരു ആങ്കർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ഒരാൾ, അയാളാണ് ഒരു അഭിമുഖത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത്. വളരെ പക്വതയോടെ, വളരെ കൃത്യമായി ചില ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങളിൽ വ്യക്തത വരുത്തി മുന്നോട്ട് പോകുന്നൊരു ശൈലി. നമ്മുടെ ഓർമ്മയിൽ പണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിജിയെ ഒരു അഭിമുഖത്തിൽ ചോദിച്ചതും അദ്ദേഹത്തിന് ഉത്തരമില്ലാതായതും അദ്ദേഹം ഇറങ്ങിപ്പോയതുമൊക്കെയായ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും നരസിംഹറാവുവിനെയും ഒക്കെ അടങ്ങുന്ന ലോകത്തിലെ വലിയ നേതാക്കളെ പലരെയും, ഇപ്പോഴത്തെ നമ്മുടെ മുഹമ്മദ് ബിൻ സൽമാൻ അടക്കമുള്ളവരെ പലരും അഭിമുഖം നടത്താറുണ്ട്. ഇന്നലെ വേറിട്ടൊരു അഭിമുഖം ഞാൻ കാണാനിടയായി. സ്റ്റീവൻ സക്കർ എന്ന് പറയുന്ന BBC-യുടെ ഒരു ആങ്കർ, ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ചോദിച്ചത് നമ്മുടെ DY ചന്ദ്രചൂഡിനോടാണ്, മുൻ സുപ്രീം കോടതി ജഡ്ജ്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ശൈലി ഒരു ആർഗ്യുമെൻ്റ് ഇല്ലാതെ, ഒരു വാദപ്രതിവാദമില്ലാതെ, അല്ലെങ്കിൽ തോൽപ്പിക്കണമെന്ന വാശിയില്ലാതെ ആ ചോദ്യം കൃത്യമായി ഫിറ്റ് ചെയ്ത് വളരെ വ്യക്തതയോടെ ചോദിക്കുകയും ആ പലതിലും മുൻ ചീഫ് ജസ്റ്റിസിനും മറുപടിയില്ലെന്ന് കേൾക്കുന്ന ആർക്കും ഈ ആങ്കർ പറയാതെ തന്നെ ബോധ്യപ്പെടുത്തും വിധം കൃത്യമായിട്ടാണ് ആ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തത്. പണ്ട് MN വിജയൻ മാഷ് പറഞ്ഞതുപോലെ, ചോദ്യകർത്താവിനെ ഇറക്കി വിട്ടാൽ ആ ചോദിച്ച ചോദ്യം ഇല്ലാതാവുന്നില്ല, അതവിടെ തന്നെ ഉണ്ടാവും. ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടാൽ ആ കുട്ടിയെ പുറത്തു പോകുന്നുള്ളൂ, ചോദ്യം അവിടെ തന്നെ ഉണ്ടാകുമെന്ന് MN വിജയൻ മാഷ് പറഞ്ഞത് അന്വർത്ഥമാക്കുമാർ വളരെ കൃത്യമായ ചോദ്യങ്ങളാണ് സ്റ്റീവൻ സക്കർ DY ചന്ദ്രചൂഡിനോട് ചോദിച്ചത്. ചന്ദ്രചൂഡ് തൻ്റെ യാത്രയയപ്പ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, നാളെ എന്നെ എങ്ങനെ ലോകം വിലയിരുത്തപ്പെടും, അല്ലെങ്കിൽ രാജ്യം വിലയിരുത്തപ്പെടുമെന്ന ഉത്കണ്ഠ എനിക്കുണ്ട് എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു പൈലറ്റ് സാമ്പിളിംഗ് ഇൻ്റർവ്യൂ ആയിരുന്നു ഈ BBC-യുടെ സ്റ്റീവൻ സക്കറുടെ ഇൻ്റർവ്യൂ. സാധാരണ നമ്മുടെ മപ്രകളൊക്കെ ചെയ്യുമ്പോൾ അവരെ പുകഴ്ത്തി നാളെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കി അതെല്ലാം പൊക്കി പിടിച്ച് എഴുതി അങ്ങനെയൊക്കെ ആക്കിയാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് വിശദമായ ആ ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം, മുഴുവനായി കേൾക്കണം. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏതാണ്ട് 140 കോടി ജനങ്ങൾ വരുന്ന ആ വൈവിധ്യങ്ങളിലെ നീതി സംരക്ഷണം, ജനാധിപത്യ സംരക്ഷണം, അതിൻ്റെ ഒരു വലിപ്പമാർന്ന സ്ഥാനത്ത് നിന്ന് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പുറത്തിറങ്ങിയ ഒരു ജഡ്ജ് എന്നുള്ള നിലയിലാണ് താങ്കളോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ആരംഭിച്ചു. സ്വാഭാവികമായി ചന്ദ്രചൂഡും അതിൽ അഭിമാനം കൊണ്ട്, ആവേശം കൊണ്ട് മുന്നേറുമ്പോഴാണ് സ്റ്റീവൻ സക്കറുടെ കൃത്യമായ ചോദ്യം, താങ്കളെപ്പോലെ സവർണ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന പുരുഷന്മാരുടെ മേധാവിത്വമാണ് കോടതികളിൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവുമോ എന്ന ചോദ്യം. അതിന് വനിതകൾ വർദ്ധിച്ചു വരുന്ന കാര്യവും അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞെങ്കിലും തൻ്റെ വിഷയത്തിൽ തൻ്റെ പിതാവ് ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹം വിരമിക്കുന്നതുവരെ 3 വർഷം ഞാൻ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയില്ല, ഹാർവാർഡിൽ പഠിക്കാൻ പോയ കഥയൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ചോദിച്ച ചോദ്യം കൃത്യമായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു സവർണഭാവത്തിൻ്റെ ആ കണക്കുകളാണ് സ്റ്റീവൻ സക്കർ ചോദിച്ചത്. അതിന് അദ്ദേഹത്തിന് മറുപടി പറയാനായില്ല. പിന്നെ അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു ചോദ്യമെന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റാണ്. ആ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റിനെ നിങ്ങൾ സ്റ്റേ ചെയ്തില്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന് പല കാര്യങ്ങളിലും സന്ധി ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ വിഷയം ഉന്നയിച്ചത്. അദ്ദേഹം അതിന് നീതി നടത്തിപ്പിൻ്റെ പല മാർഗങ്ങളൊക്കെ പറഞ്ഞു. അതിപ്പോഴും കോടതിയുടെ പരിഗണനയിലാണെന്ന് പറഞ്ഞു. ആ പരിഗണനയുടെ തലമൊക്കെ പറഞ്ഞെങ്കിലും വളരെ വ്യക്തമായി സ്റ്റീവൻ സക്കർ ചോദിച്ചു, ഒരു പ്രബലമായ മുസ്ലിം വിഭാഗത്തെ 2ാം തരം പൗരന്മാരാക്കുന്നതെന്ന് ലോകത്തുള്ളവർക്കും ആർക്കും ബോധ്യപ്പെടുന്ന പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ നിങ്ങൾ തന്ത്രപൂർവ്വം മൗനം പാലിക്കുകയും വേഗത്തിൽ തീരുമാനമെടുക്കാതെ ഒഴിയുകയുമായിരുന്നില്ലേ എന്ന ചോദ്യവും അദ്ദേഹം മറുപടി പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടു നോക്കിയാൽ മതി.
പിന്നീട് അദ്ദേഹം ഉന്നയിച്ചൊരു വിഷയം ജുഡീഷ്യറി രാഷ്ട്രീയത്തിനും ഭരണകൂടത്തിനും കീഴടങ്ങുന്ന സംഗതിയാണ്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിനെതിരെ ഈ അപകീർത്തികരമായി പറഞ്ഞു എന്ന വിഷയത്തിൽ അദ്ദേഹത്തിനെ അയോഗ്യനാക്കിയ സംഭവം, ഒരു ജനപ്രതിനിധിക്ക് പിന്നെ മത്സരിക്കാൻ കഴിയാത്തവണ്ണം അയോഗ്യനാക്കിയ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചന്ദ്രചൂഡ് പറഞ്ഞത് അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തല്ലോ എന്നുള്ളതാണ്. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, സുപ്രീം കോടതി സ്റ്റേ ചെയ്തെന്ന് പറയുന്ന ഒരു താൽക്കാലിക റെമഡിക്കപ്പുറത്ത് ഇന്ത്യൻ ജുഡീഷ്യറി മുഴുവൻ ഇതേ തരത്തിൽ അനാവശ്യമായ നിയമവ്യവഹാരങ്ങളും വ്യവസ്ഥകളും കൊണ്ടുവന്ന് രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും മറ്റുള്ളവരെയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിച്ച് അദ്ദേഹം അടുത്ത ചോദ്യത്തിലേക്ക് പോയി. കാരണം അവിടെയൊന്നും ചന്ദ്രചൂഡിന് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു. ആർട്ടിക്കിൾ 370 കാശ്മീരിൻ്റെ വിഷയം, ആ വിഷയവും സ്റ്റീവൻ സക്കർ ഉന്നയിച്ചു. കാശ്മീരിൻ്റെ 370യിൽ ചോദിച്ചത് ഇന്ത്യൻ ഭരണഘടനയിൽ 370 എന്ന് പറയുന്ന ഒരു ക്ലോസ് കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സ്പെഷ്യൽ സ്റ്റാറ്റസാണ്. അവിടെ ചന്ദ്രചൂഡ് പറഞ്ഞത് അതൊരു ട്രാൻസിഷണൽ പാർട്ടാണ്, ഒരു താൽക്കാലിക അറേഞ്ച്മെൻറ്റ്സ്. ആ താൽക്കാലിക അറേഞ്ച്മെൻറ്റ് 75 വർഷത്തിനപ്പുറത്തേക്ക് തുടരേണ്ടതുണ്ടോ എന്നതായിരുന്നു ഈ പറയുന്ന DY ചന്ദ്രചൂഡിൻ്റെ പ്രതിരോധം. സക്കർ ചോദിച്ചു, അത് തുടരേണ്ടതിനോ വേണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവിടുത്തെ ജനങ്ങളുടെ സഭയ്ക്കായിരുന്നു. എന്നാൽ അവിടെ ആ സഭ ഇല്ലാതിരുന്നപ്പോൾ, അഥവാ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് അത്തരമൊരു കാര്യം കോടതിയിലേക്ക് വന്നാൽ അത് തന്നെ പ്രഥമ ദൃഷ്ട്യ നിയമവിരുദ്ധമല്ലേ എന്ന ചോദ്യത്തിന് ചന്ദ്രചൂഡിന് മറുപടി പറഞ്ഞു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് പോലും ബോധ്യം ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മറുപടി. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് അവിടെ സമയബന്ധിതമായി തിരഞ്ഞെടുപ്പ് നടത്തി അതിന് ടൈം ലൈൻ ഫിക്സ് ചെയ്തു എന്നാണ് പറഞ്ഞത്. സ്റ്റീവൻ സക്കറിൻ്റെ മറുപടി ഇതായിരുന്നു, ഒരു സ്റ്റേറ്റിനെ നിങ്ങൾ ഡൗൺഗ്രേഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിനകത്ത് തന്നെ ആ സ്റ്റേറ്റിൻ്റെ കൺകറൻസ് ഇല്ലാതെ യൂണിയൻ ടെറിട്ടറികൾ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ഉടൻ ചന്ദ്രചൂഡ് പ്രതിരോധിച്ചത് അതിനെ സംബന്ധിച്ച് തുഷാർ മേത്തയോട്, അറ്റോർണി ജനറലിനോട് ചോദിച്ച് ഉറപ്പ് വാങ്ങിയിട്ടുണ്ടെന്നാണ്. എന്തുറപ്പെന്ന് ചോദിച്ചപ്പോൾ വളരെ പെട്ടെന്ന് അത് കൂട്ടിച്ചേർത്ത് പൂർണ്ണ സംസ്ഥാന പദവി നൽകുമെന്ന ഉറപ്പ്. അത് എത്ര നാളിനകം എന്ന ചോദ്യത്തിന് ചന്ദ്രചൂഡിനും ഉത്തരമുണ്ടായില്ല. സ്റ്റീവൻ സക്കർ അവിടെ നിന്നും മുന്നോട്ട് പോയി. നീതിന്യായ വ്യവസ്ഥയുടെ വലിയ ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമായി ബഹുമാന്യനായ DY ചന്ദ്രചൂഡ് പറഞ്ഞത് നമ്മുടെ ബോണ്ട് കേസാണ്, എലക്ഷൻ ബോണ്ട് കേസ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് മണി ബോണ്ടായി നൽകുന്ന വിഷയം. അതിൽ താൻ എടുത്ത തീരുമാനവും അത് ഗവൺമെൻറ്റിനെതിരെ എടുത്ത തീരുമാനമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റീവൻ സക്കർ നൈസായിട്ട് പറഞ്ഞു, അത് റദ്ദാക്കിയിട്ട് അങ്ങനെ അനാവശ്യമായി ശേഖരിച്ച പണം തിരിച്ച് റീഇംബേഴ്സ് ചെയ്യാൻ ഉത്തരവിട്ടോ എന്ന് ചോദിച്ചു. അതിനും DY ചന്ദ്രചൂഡിന് മറുപടി ഉണ്ടായില്ല. അതായത് ഒരു ഘട്ടം വരെ കൊണ്ടുവന്ന് അവിടെ വെച്ച് ഇനി ചെയ്യരുതെന്ന് പറഞ്ഞതല്ലാതെ ചെയ്തത് ഇല്ലീഗലാണെങ്കിൽ അങ്ങനെ വാങ്ങിയ തുക മടക്കി കൊടുക്കാൻ കോടതിക്ക് നിർദ്ദേശിക്കാവുന്നതല്ലേ, അത് ചെയ്തോ എന്ന ചോദ്യത്തിനും മറുപടി ഉണ്ടായില്ല. പിന്നീടാണ് അയോധ്യ ജഡ്ജ്മെൻറ്റിലേക്ക് പോയത്. അയോധ്യ ജഡ്ജ്മെൻറ്റ് അനീതിയായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് അതിനെ സംബന്ധിച്ച് ഡിഫെൻഡ് ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തടി തപ്പേണ്ടി വന്നു. കാരണം അതിൻ്റെ രേഖാപ്രകാരം അതാരും തകർത്തിട്ടില്ലെന്നും അത് മസ്ജിദിൻ്റേതാണെന്നും ഒക്കെ പറഞ്ഞതിന് ശേഷമല്ലേ അയോധ്യയ്ക്ക് കൈമാറിയത് എന്ന ചോദ്യത്തിന് ചന്ദ്രചൂഡ് എന്തുത്തരം പറയാനാണ്? ഒന്നും അദ്ദേഹത്തിന് പറയാനായില്ല. അപ്പോഴാണ് അദ്ദേഹം അടുത്ത ചോദ്യത്തിലേക്ക് കടന്നത്. താങ്കൾ ദൈവവുമായി സംസാരിച്ച് ദൈവികമായ എന്തോ ഇതിൻ്റെ വെളിച്ചത്തിൻ്റെ പേരിലാണ് അയോധ്യയിൽ അങ്ങനെ വിധി പറഞ്ഞതെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നീതിമാനായ ഒരു ജഡ്ജിന് യോഗ്യമാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കിടന്ന് ഉരുണ്ട ആ ഉരുൾച്ച അത് നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ, അതായിരിക്കും ഉചിതം. ഏതായാലും വളരെ മനോഹരമായ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഈ ഇൻ്റർവ്യൂ കേൾക്കാൻ മറക്കണ്ട. എത്ര നാളായി ഇൻ്റർവ്യൂ BBC ഉണ്ടാവുമെന്നും അറിയില്ല, അതുകൊണ്ട് കേട്ടു നോക്കൂ.